ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യ മേഖലയിൽ മികവുറ്റ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം അപലപനീയവും മതേതര കേരളത്തിന് അപമാനവുമാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസര കാലത്ത് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകണമെന്ന് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ഇത്തവണത്തെ വിഷു കണി ദർശനത്തിന് ശുഭകരമായ സമയം ഏപ്രിൽ 14 തിങ്കളാഴ്ച പുലർച്ചെ 4-നും 4:30-ക്കും ഇടയിലെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. വീണ വിജയൻ അധികൃതമായി തുക കൈപ്പറ്റിയെന്ന കേസിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ. ആശുപത്രിയിൽ പ്രസവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന്റെ അവബോധം നൽകി ലോക ആരോഗ്യ ദിനാചരണം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആരോഗ്യ മേഖലയിൽ മികവുറ്റ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ദൃഷ്ടി നേത്ര ചികിത്സാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദം പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച് ശാസ്ത്രീയ ചികിത്സ നൽകുന്ന സംവിധാനമായി മാറുകയാണ്. ആയുർവേദ ചികിത്സാ രംഗത്തെ അനന്തമായ ചികിത്സാ സാധ്യതയെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കിയാൽ തിരക്കേറിയ ചികിത്സാ കേന്ദ്രമായി ആയുർവേദ ആശുപത്രികൾ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയുർവേദ മേഖല നൽകുന്ന അനന്തമായ ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള ജനങ്ങളുടെ അറിവ് തുലവും പരിമിതമാണ്. ആ പരിമിതികൾ മുറിച്ചു കടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനകീയ ആരോഗ്യ മേഖലയായി ആയുർവേദ മേഖലയെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ശാലാക്യ തന്ത്രത്തെ പ്രയോജനപ്പെടുത്തിയാണ് നേത്ര ചികിത്സക്കുള്ള സംഘടിതമായ ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK സുനി, ദൃഷ്ടി പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃത സാക്കേത്, ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ KP യദുനന്ദനൻ, വാർഡ് കൗൺസിലർ MK മഹേഷ്, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ K ജസീല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭട്ട് റോഡിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലാണ് ദൃഷ്ടി ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പരിശോധന. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം അപലപനീയവും മതേതര കേരളത്തിന് അപമാനവുമാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി. ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ കോഴിക്കോട്ട് നടക്കാൻ പോകുന്ന നേതൃത്വ പഠന ക്യാമ്പിന്റെയും ജില്ലാ കൺവെൻഷന്റെയും വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനവും പ്രത്യേക ജില്ലയും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ജനങ്ങൾ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള പരാമർശങ്ങൾ അവിടെ നടത്തപ്പെടുകയുണ്ടായി. മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ സഹോദര സമുദായങ്ങളും മറ്റു മതങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു പായൽ കിടന്നിറങ്ങി ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് വളരെ യോജിപ്പോടുകൂടി പോകുന്ന സ്ഥലത്ത് മതതീവ്രവാദ പ്രവർത്തനത്തെക്കാൾ ഭീകരമായ പ്രസ്താവന നടത്തി കേരളീയ പൊതുസമൂഹത്തെയും കേരളത്തിലെ
മതേതര മനസ്സുകളെയും അതിതീവ്രതമായി വേദനിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ശക്തമായി പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ഹീനമായ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും അദ്ദേഹത്തെ ഇത്തരം പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഏപ്രിൽ 11 അദ്ദേഹത്തിന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 3 പതിറ്റാണ്ട് ആയി അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുന്നു. അദ്ദേഹത്തിനൊരു ഗംഭീര സ്വീകരണം ആ ചേർത്തലയിൽ കൊടുക്കുകയാണ്. ആ സ്വീകരണ യോഗത്തിൽ മതേതര മനസ്സുള്ള കേരളത്തെ ചേർത്ത് പിടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മറ്റു മന്ത്രിമാരും ആ പരിപാടി ബഹിഷ്കരിക്കണമെന്നും ശ്രീനാരായണ ധർമ്മവേദി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശുചിത്വ പരിപാലനം സംസ്കാരത്തിന്റെ പ്രതിഫലനമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കോഴിക്കോട് ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശുചിത്വ പ്രവർത്തനങ്ങളിൽ മികച്ചതായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകി. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയെ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട് ശുചിത്വപൂർണമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അതിനുവേണ്ട വലിയ അധ്വാനമാണ് മാലിന്യമുക്ത നവകേരള പദ്ധതി വഴി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിറവേറ്റിയതെന്നും മന്ത്രി പറഞ്ഞു. ഇത് നിലനിർത്താൻ വേണ്ട നടപടികൾ കൂടി കൈക്കൊള്ളണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് സുന്ദര കേരളമായി മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആരോഗ്യ സുരക്ഷാ മേഖലകളിൽ സമ്പൂർണത കൈവരിക്കുന്ന ഒരു ആരോഗ്യ കേരളമായി സുന്ദര കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയണം. ആ യത്നത്തിൽ നിങ്ങൾ നല്ല പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ആ പങ്കിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ ജനപ്രതിനിധികൾ ഇതവരോട് ദൗത്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ പരിപാടി ഭംഗിയാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഈ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ വാർഡുകളും എല്ലാം മാതൃകാ മാലിന്യമുക്ത പ്രദേശങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സ്റ്റാറ്റസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ PP നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് NP ബാബു തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ മിഷന്റെ കലാപരിപാടികളും മജീഷ്യൻ പ്രദീപ് ഹുഡിനോയുടെ ശുചിത്വ മാലിന്യ സന്ദേശം ഉൾക്കൊള്ളുന്ന മാജിക് ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ മനുഷ്യർ തലകുനിഞ്ഞിരിക്കുന്ന കാലത്ത് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകണമെന്ന് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. IYA സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. തന്റെ 38 വർഷത്തെ മാജിക് ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. 38 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് മാജിക് അവതരിപ്പിക്കാൻ വേദി നൽകിയ കോഴിക്കോടിന്റെ മണ്ണിൽ അവസാനമായി ഒരു മാജിക് ഷോ കൂടി അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 1987 ഫെബ്രുവരി 20 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാന്ത്രിക ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു ദിനമാണ് ആ ദിവസം. കാരണം ഞാൻ 7ാമത്തെ വയസ്സിൽ ജാലവിദ്യ പഠിക്കാൻ തുടങ്ങിയതാണ്. 10ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി വേദിയിൽ ജാലവിദ്യ പരിപാടി അവതരിപ്പിച്ചു. തനിച്ച് അരങ്ങേറ്റം ഫ്ലോപ്പായിരുന്നു. പിന്നെ മാജിക്കിനോടുള്ള അടങ്ങാത്ത പ്രണയം മൂലം ബാലജനസഖ്യത്തിന്റെ വേദികളിൽ തനിച്ച് പല സ്ഥലങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചു. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ 1985 മഞ്ചേരി NSS കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്റെ ലോകം മാജിക്കാണ്. പരിപാടിയിൽ ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് TD ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു.
എം അരവിന്ദ് ബാബു, സെക്രട്ടറി പി സജിത് കുമാർ, കെ ശശീന്ദ്രകുമാർ, കോർഡിനേറ്റർ JC ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷന്റെ 50 വർഷത്തെ വിവിധ പരിപാടികളുടെ ഫോട്ടോ പ്രദർശനം അഭിഭാഷകരായ അനൂപ് നാരായണൻ, തോമസ് മാത്യു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല അംഗങ്ങളുടെ മുഖാമുഖത്തിൽ മേയർ ബീന ഫിലിപ്പ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കുന്നു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹനുമാൻ സേന ഭാരത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ആത്മീയ പ്രഭാഷകൻ രാമസിംഹൻ ഉദ്ഘാടനം ചെയ്തു. ഭഗവത്ഗീത ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം അവതരിപ്പിച്ചു. ഹനുമാൻ സേന 12ാം വാർഷിക സംസ്ഥാന സമ്മേളനം നടത്തി. ആത്മീയ പ്രഭാഷകനും സിനിമാ സംവിധായകനുമായ രാമസിംഹൻ ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് ഹറാമായുള്ള സാധനമാണ്. സംഗതി നമ്മളൊരു ഹറാമാണെങ്കിൽ ഒരു സോഷ്യോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അവരെ അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞ് ആദ്യത്തെ അധ്യായം കഴിഞ്ഞു, അർജുന വിഷാദയോഗം കഴിഞ്ഞ് സാഖ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പിടിക്കുന്നു. ഞാൻ അപ്പോൾ മനസ്സിലാക്കി, ദൈവമേ, ഇത്രയും മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ ആണോ ഞാൻ ഇത്രയും കാലങ്ങൾ ഇങ്ങനെ മോശമായി കണ്ടത് എന്നുള്ളതിൽ ഞാൻ ആദ്യം എന്നോട് തന്നെ മാപ്പമാണ്. പിന്നീട് ഞാൻ ചെയ്തതാണ് അതിലെ ഒരു വാക്ക് പോലും അയാൾക്ക് പഠിച്ചിട്ടില്ല. ഹനുമാൻ സേന ഭാരത് സംസ്ഥാന അധ്യക്ഷൻ AM ഭക്തവത്സലൻ അധ്യക്ഷനായി. ഭഗവത്ഗീത ഭാഗവതം നമ്മുടെ നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ സ്വാമി ഹരിഹരൻ ആത്മീയ പ്രഭാഷണം നടത്തി. ഹനുമാൻ സേന തമിഴ്നാട് സ്റ്റേറ്റ് ചെയർമാൻ കോവൈ രാജേന്ദ്രൻ, K സുരേന്ദ്രൻ, ഹരീഷ് കുമാർ നിവേദിത, സ്വാമി മുരളീധര, സ്വാമി കൃഷ്ണപ്രസാദ്, സ്വാമി ജഗൻ, സ്വാമി വെട്രിവേൽ, ശ്രീജ, സഞ്ജയ് നിസരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇത്തവണത്തെ വിഷുക്കണി ദർശനത്തിന് ശുഭകരമായ സമയം ഏപ്രിൽ 14 തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്കും 4:30 ഇടയിലെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ്. വിഷു സംക്രമ ഫലപ്രകാരം ശക്തമായ മഴയ്ക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാലാവസ്ഥ പ്രവചനം, ശാസ്ത്രീയ വിശ്വാസം കാലാവസ്ഥ പ്രവചനം പറഞ്ഞാൽ പ്രാവശ്യം 2 വർഷം മഴ വരുന്നു. ആ മഴ അതിശക്തമായിട്ട് മഴയ്ക്ക് സാധിക്കും. ഈ കിഴക്കൻ മേഖലയിലും തെക്കൻ മേഖല, വടക്ക് ഭാഗം എന്നീ മേഖലയിലൊക്കെ അതിശക്തമായിട്ട് മഴ വീഴാണ്. ഈ പ്രാവശ്യത്തെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങളുണ്ടെങ്കിലും
ഒരു 40% ദോഷങ്ങളാണ്. കുംഭരാശിയിലാണ് സൂര്യൻ സംക്രമിക്കുന്നതായിട്ടുള്ള സമയം വരിക. പുലർച്ചയ്ക്ക് 3:22 നമ്മൾ സംക്രമം വരുന്നത്. ആ സമയത്ത് കുംഭലഗ്നത്തിലാണ് നമ്മൾ സൂര്യൻ്റെ സംക്രമം വരിക. ആ രാശി അടിസ്ഥാനമായിട്ട് ഈ രോഗനിരങ്ങൾ കൂടി നമ്മൾ ഈ പ്രാവശ്യം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ആരോഗ്യ ദിനം ആചരിച്ചു. ആശുപത്രിയിൽ പ്രസവിക്കേണ്ടതിന്റെ പ്രാധാന്യം, ഗർഭകാല പരിചരണം, കുഞ്ഞുങ്ങളുടെ കുത്തിവയ്പ്പുകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകിയാണ് ദിനാചരണം നടന്നത്. കോട്ടപ്പുറം ആശുപത്രി സൂപ്രണ്ട് എം സുജാത ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിനുവേണ്ട പരിചരണം കിട്ടണമെന്നും ഗർഭകാലം വളരെ സൂക്ഷ്മതയോടെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണമെന്നും ഒരു കുഞ്ഞു ജനിക്കേണ്ടത് ഏറ്റവും ഭദ്രമായ കൈകളിലാണെന്നും പ്രസവം ആശുപത്രിയിലാക്കണമെന്നും പ്രസവാനന്തര കുത്തിവയ്പ്പുകൾ കൃത്യമായി നൽകണമെന്നുമുള്ള അവബോധം പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനു വേണ്ടി കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ചും സ്കൂൾ ഓഫ് നഴ്സിംഗും ഒത്തുചേർന്ന് കോട്ടപ്പുറം ആശുപത്രിയിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് സുജാത എം നിർവഹിച്ചു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പ്രമോദ് കുമാർ PP അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലിസി CH ലോകാരോഗ്യ ദിന സന്ദേശം നൽകി. ഗർഭകാല പരിചരണത്തിലും നവജാത ശിശു പരിചരണത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സിന് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീന നേതൃത്വം നൽകി. PVS കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മുലയൂട്ടൽ മാർഗനിർദ്ദേശങ്ങൾ, കങ്കാരു മദർ കെയർ തുടങ്ങിയവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ അഫ്സൽ, RMO ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. RABC കോഴിക്കോട് ബീച്ച് 28 മുതൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വീണ വിജയൻ അനധികൃതമായി തുക കൈപ്പറ്റിയെന്ന കേസിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മാത്തർ. മടവൂരിൽ മഹിളാ സാഹസ് യാത്രയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജി കമ്പനിയും വീണ വിജയനും അനധികൃതമായി തുക കൈപ്പറ്റിയെന്ന കേസിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജെബി മാത്തർ മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മടവൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. യാത്ര ജനുവരി 4 മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച് 1474 മണ്ഡലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി സെപ്റ്റംബർ 30 പാറശാലയിൽ സമാപിക്കും. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ KP ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. ഗൗരി പുതിയോത്ത്, K രാമചന്ദ്രൻ മാസ്റ്റർ, ഇടക്കുനി അബ്ദുറഹ്മാൻ, P ശശീന്ദ്രൻ മാസ്റ്റർ, PK സുലൈമാൻ മാസ്റ്റർ, സിന്ധു മോഹൻ, V സലാം, CK ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൗസല്യ സ്വാഗതവും സ്നേഹപ്രഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വിടുതലൈ ചിരുത്തൈകൾ കക്ഷി കേരളയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അംബേദ്കർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 8 മുതൽ 14 വരെ നടക്കുന്ന പരിപാടിയുടെ പൊതുസമ്മേളനം VCK ദേശീയ ജനറൽ സെക്രട്ടറി ഇളം ചെഗുവേര ഉദ്ഘാടനം ചെയ്യും. മുൻ MLA VT ബൽറാം മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അവിടെ ഗുരുജി വളർക്കറ്റൊക്കെ പുസ്തകമുണ്ട്, അമ്പലത്തിലൊക്കെ പുസ്തകം. ഞാൻ ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ല. അത് വേറെ എന്തൊക്കെ ന്യായങ്ങൾ പറയുന്നുണ്ട്. സബ്സിഡി നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ പുസ്തകമുണ്ട്. അപ്പോൾ അതിനൊന്നും അതിൻ്റെ ബോഡികളൊന്നും ഇറങ്ങുന്നില്ല. ഇപ്പോൾ സബ്സിഡി ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അല്ലാതെ ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ പ്രൈവറ്റായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളാണ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആശയപരമായിട്ട് അമ്പലത്തിലെ ഉയർത്തി കാണിക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇതിന് തുടക്കം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭരണഘടന ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന കാലഘട്ടമാണ്. അതായത് ഇപ്പോൾ വിദ്യാരാജ്ഞിക്കൊക്കെ ഭീഷണി നേരിട്ടുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇതിനെയൊക്കെ മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമ്പലത്തിലെ പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്നത്. 11-ാം തീയതി കവിയരങ്ങുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാഘവനത്തോട് അറിയാമല്ലോ, ശില്പി കവിയായിട്ട് രാഘവനത്തോട് ചിത്രം തീരെ കഴിയാത്ത അവസ്ഥയിൽ കൂടാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാനുള്ള ഒരു പരിപാടി കൂടെ നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വിഷു ഈസ്റ്റർ മേള 2025 ആരംഭിച്ചു. ഏപ്രിൽ 19 വരെ ഖാദിക്ക് 30% സർക്കാർ റിബേറ്റോടെയാണ് മേള നടക്കുന്നത്. ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ഖാദി ഉൽപ്പന്നങ്ങളുടെ ആകർഷകമായ കളക്ഷനുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. മിനിസ്റ്റേഴ്സ് ഖാദിയിൽ നിർമ്മിച്ച കൈത്തറി റെഡിമെയ്ഡ് ഷർട്ടുകൾ, മനില ഷർട്ട് പീസുകൾ, ചുരിദാറുകൾ, ചേമഞ്ചേരി കുപ്പടം ധോത്തികൾ, ബെഡ്ഷീറ്റുകൾ, കോട്ടൺ, മസ്ലിൻ, സിൽക്ക്, ജൂട്ട് സാരികൾ, കലംകരി, ബാത്തിക്, ചുങ്കിടി, കോച്ചംവെള്ളി തുണിത്തരങ്ങൾ എന്നിവ മേളയിലുണ്ട്. ഖാദി തുണിത്തരങ്ങൾക്ക് പുറമെ ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഹണി ഹട്ട്, കൂൾബാർ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ, പരിശുദ്ധമായ തേൻ തുടങ്ങി ആയിരക്കണക്കിന് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥകളിലൂടെ ഖാദി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വിഷു ഈസ്റ്റർ മേളയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ധിയായിരുന്നു സത്യം പറഞ്ഞാൽ സ്വദേശി പ്രസ്ഥാനം. അവരവരുടെ നാട്ടിലുണ്ടാക്കുന്നത് അവരവർ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഉപ്പിന് നമ്മുടെ കടലിലത്തെ ഉപ്പ് വെള്ളം കുറുക്കി ഉണ്ടാക്കുന്ന ഉപ്പിന് ബ്രിട്ടീഷുകാർക്ക് നമ്മൾ ചുങ്കം കൊടുക്കണം എന്ന് പറയുന്ന എന്തൊരു ആഭാസമാണ്. അവിടെ നിന്ന് ആരംഭിച്ചതാണ് എന്തു വന്നാലും നമുക്ക് നമ്മൾ ഭരിച്ചാൽ മതി, നമ്മുടെ ഭരണം ഒരു പക്ഷേ അല്പം മോശമായേക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഭരിച്ചാൽ മതി എന്ന് പറയുന്ന ഉറച്ച തീരുമാനത്തോടി മഹാത്മാഗാന്ധിയും ശിഷ്യരും ഒക്കെ ചേർന്ന് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും വിദേശ വസ്ത്രങ്ങൾ പരസ്യമായി കത്തിച്ചുകൊണ്ട് ഖാദി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തത്. കൗൺസിലർ SK അബൂബക്കർ അധ്യക്ഷനായിരുന്നു. സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് T ബാലകൃഷ്ണൻ, ജൈവ കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് CP അബ്ദുറഹിമാൻ, ലയൺസ് ക്ലബ് ഓഫ് ഈസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡെയ്നി റസിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് KK മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. സർവോദയ സംഘം സെക്രട്ടറി ശ്യാംപ്രസാദ് MK, ഹെഡ് ഓഫീസ് മാനേജർ GM സിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യ മേഖലയിൽ മികവുറ്റ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം അപലപനീയവും മതേതര കേരളത്തിന് അപമാനവുമാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസര കാലത്ത് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകണമെന്ന് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്.
ഇത്തവണത്തെ വിഷു കണി ദർശനത്തിന് ശുഭകരമായ സമയം ഏപ്രിൽ 14 തിങ്കളാഴ്ച പുലർച്ചെ 4-നും 4:30-ക്കും ഇടയിലെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. വീണ വിജയൻ അധികൃതമായി തുക കൈപ്പറ്റിയെന്ന കേസിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ. ആശുപത്രിയിൽ പ്രസവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന്റെ അവബോധം നൽകി ലോക ആരോഗ്യ ദിനാചരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.